എല്ലാവർക്കും ദൈവസന്നിധിയിൽ വിനയപൂർവ്വം തലകളെ വണക്കി പ്രാർത്ഥിക്കും. ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിച്ചു എന്നതിനായി ദൈവത്തെ സ്തുതിക്കും. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സർവകാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവം തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. ദൈവകൃപയിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് അഭിമാനിക്കാനൊന്നുമില്ല. ബുദ്ധിയിലോ ശക്തിയിലോ കഴിവിലോ കുടുംബമഹിമയിലോ മറ്റ് ശ്രേഷ്ഠതയിലോ ഒന്നും അഭിമാനിക്കാനോ അഹങ്കരിക്കുവാനോ നമുക്കൊന്നുമില്ല. കാൽവറി ക്രൂശിൽ മാത്രം നമ്മുടെ അഭിമാനം, നമ്മുടെ പ്രശംസ. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന യേശുവേ, ഞങ്ങളെ വീണ്ടെടുക്കുവാനായി സ്വയം ബലിയായി തീർന്ന യേശുവേ, നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി വെടിപ്പാക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ശക്തി പകരണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം, നന്ദി. ഇനിയുള്ള ജീവിതത്തിലും കരുണയോടെ കാത്തു സൂക്ഷിക്കണമേ. അടിയങ്ങൾ വീണുപോകാതെ, നശിച്ചു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ, ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. നിന്റെ കരങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. പ്രലോഭനങ്ങൾ നടുവിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പിശാച് കെണികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. കെണിയിലാപ്പെടാതെ സൂക്ഷ്മതയുള്ളവരാണ്, ജാഗ്രതയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടെ ഒരുക്കത്തോടെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും നോമ്പ് നോക്കാനും ദൈവികമായി കൃപയിലേക്ക് വളരുവാനും ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം കർത്താവിൽ സമർപ്പിക്കുന്നു. രോഗത്തിലും ഭാരത്തിലും ഞെരുക്കത്തിലും പ്രയാസങ്ങളും ഒക്കെ ആയിരിക്കുന്നവരെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പല ഭാരങ്ങളും പ്രയാസങ്ങളുണ്ട് കർത്താവ്. ഞങ്ങൾ രോഗികളാകുന്ന കർത്താവ്, ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ രോഗം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് സൗഖ്യം തരണമേ, സമാധാനം തരണമേ, ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ. ഞങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഭാരങ്ങളും ഉണ്ട് കർത്താവേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും യേശു ക്രിസ്തു പരിഹാരമായിരിക്കണമേ. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും തരണമേ. ഭാവി ജീവിതത്തിൽ തമ്പുരാൻ കൂടെ ഇരിക്കണമേ. ഈ ഭൂമിയെ നശിപ്പിക്കല്ലേ കർത്താവേ. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദുർമാർഗത്തിലും കുറിക്കുത്തിലും മ്ലേച്ഛതയിലും വഷളത്വത്തിലും ജീവിക്കുന്നവരുടെ മടങ്ങി വരവിന് വേണ്ടി, അവർക്ക് പാപബോധം ഉണ്ടാകാൻ വേണ്ടി, മനം തിരിയുവാൻ വേണ്ടി, പുതിയ സൃഷ്ടികളായി തീരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യദുഃഖം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സുരക്ഷ നൽകണമേ. ഭവനങ്ങളിലും ആശുപത്രികളുമായി രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൗഖ്യം നൽകണമേ. ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പൈശാചികോപദ്രവങ്ങളിൽ നിന്നും അടിയങ്ങളെല്ലാവരെയും കാത്തു സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. യുവജനങ്ങളെ കാത്തു നോക്കണമേ. വാർദ്ധക്യത്തിരിക്കുന്നവരെ സംരക്ഷിക്കണമേ. നിരാശയുടെ അനുഭവം ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകരുത്. പ്രത്യാശ നൽകണമേ. ആത്മസന്തോഷം നൽകണമേ. യേശു ക്രിസ്തുവിൽ പരമാനന്ദം അനുഭവിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. മാനവും മഹത്വവും എടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൃപയോടെ കൈക്കൊള്ളുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു യന്ത്രമല്ല, ഒരു മെഷീനല്ല, ശരീരം മാത്രമല്ല. അതിനുപരിയായ കാര്യം പല പേരുകൾ നൽകും. ദേഹം, ദേഹി,
ആത്മാവ്, മനസ്സ്, ശരീരത്തിനപ്പുറമായ പല ഘടകങ്ങൾ മനുഷ്യർക്കുണ്ട്. ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പുരോഹിതന്മാരുടെ മുമ്പാകെയുള്ള കുമ്പസാരം. കുമ്പസാരം ഒരു ചികിത്സയാണ്. ഇറ്റ് ഹാസ് തെറാപ്യൂട്ടിക് വാല്യൂ. രോഗസൗഖ്യത്തിൻ്റെ മൂല്യം കുമ്പസാരത്തിന്. അതൊരു ചികിത്സയാണ്. ഈ ശരീരവും മനസ്സും ഒന്നും വേർപെടുത്താൻ പറ്റില്ല. മനുഷ്യന് വേണ്ടതായ ഒരു പ്രധാനപ്പെട്ട ചികിത്സയാണ് കുമ്പസാരം. കുമ്പസാരം ഒരു കൗൺസിലിംഗ് കൂടിയാണ്. ഉപദേശം ചോദിക്കുക, ഉപദേശം വാങ്ങിക്കുക, അതൊരു രൂപാന്തര അനുഭവമാണ്. ഒരു തീരുമാനമെടുക്കലാണ് കുമ്പസാരം. ചില കാര്യങ്ങൾ ഉപേക്ഷിക്കലാണ്. പുതിയൊരു പാതയിലേക്ക് ജീവിതം നയിക്കലാണ് കുമ്പസാരം. വേദപുസ്തക അടിസ്ഥാനത്തിൽ സഭ ക്രമീകരിച്ചിരിക്കുന്ന ഒരു വിശുദ്ധ കൂദാശയാണ് കുമ്പസാരം. സഭയുടെ പ്രധാന കൂദാശകളിലൊന്നാണ് കുമ്പസാരം. അതിനെക്കുറിച്ച് നമുക്ക് ശാന്തമായി ധ്യാനിക്കാം, ചിന്തിക്കാം, പഠിക്കാം. വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്രമീകരണങ്ങളാണ് പൗരാണിക സഭകളിലൊക്കെ ഉള്ളത്. അതിൻ്റെതായ പ്രാധാന്യം, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള സംവിധാനം, സഭാ അംഗങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള, രൂപാന്തരത്തിന് വേണ്ടിയുള്ള, ദൈവീകരണത്തിന് വേണ്ടിയുള്ള സംവിധാനം. വേദപുസ്തകം എന്ത് പഠിപ്പിക്കും നമുക്ക് നോക്കാം. സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യം. സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ലംഘനങ്ങൾ അല്ലെങ്കിൽ പാപങ്ങൾ മറച്ചു വെക്കുന്നവന് ശുഭമുണ്ടാകും. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ. ഈ പാപങ്ങളെല്ലാം മറച്ചു വെക്കുന്ന രോഗത്തിന് കാരണം, ശാരീരിക രോഗത്തിന് കാരണം. മെഡിക്കൽ സയൻസിലെ വിദഗ്ധന്മാർ പറയുന്നു, മനസ്സിനേൽക്കുന്ന ക്ഷതങ്ങളും ശരീരത്തിനേൽക്കുന്ന ക്ഷതങ്ങൾ പോലെ പ്രധാനപ്പെട്ട സൂക്ഷിക്കേണ്ടത്. നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കും. ആശ്വാസം, റിലാക്സേഷൻ, ഭാരങ്ങൾ മാറുന്ന അനുഭവം. അത് അനുഭവിച്ചറിയണം. നമ്മുടെ ഭാരങ്ങൾ മാറും. റിലാക്സ്. ദൈവകരങ്ങൾ അമർന്നിരിക്കുന്ന അനുഭവം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കും. ഏറ്റുപറയുക മാത്രമല്ല, ഉപേക്ഷിക്കുന്ന തീരുമാനമെടുക്കുന്ന ശുശ്രൂഷ കൂടിയാണ് കുമ്പസാരം. ആരുടെ അടുത്താണ് പാപങ്ങളേക്ക്? നമുക്ക് ബൈബിൾ പരിശോധിക്കാം. മലാഖി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. മലാഖി 2-ന്റെ പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാണ്, അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടത്
ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലോ. എന്തുകൊണ്ടാണ് നാം പുരോഹിതന്റെ അടുക്കലുള്ള കുമ്പസാരം ക്രമീകരിച്ചിരിക്കുന്നത്? ബൈബിൾ പറയുന്നത് പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതന്, മെസ്സഞ്ചർ, ദൂതറിയിക്കുന്നവന്, ജനങ്ങളുടെ പ്രതിനിധിയായി നിന്ന് ദൈവത്തോട് സംസാരിക്കുന്നവനുമാണ്, ജനങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനുമാണ്, ദൈവകൃപ അപേക്ഷിക്കുന്നവനുമാണ്. പുരോഹിതൻ ദൂതനാണ്. അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ബൈബിളിൽ ജ്ഞാനം എന്ന വാക്കുമുണ്ട്, പരിജ്ഞാനം എന്ന വാക്കുമുണ്ട്. ജ്ഞാനം, നോളജ്, ഗ്രീക്ക് ഭാഷയിൽ ഗ്നോസിസ് എന്ന് പറയും. ലൗകിക കാര്യങ്ങളെ കുറിച്ചുള്ള അറിവാണ്. എന്നാൽ പരിജ്ഞാനം ദൈവീക കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, മുകളിൽ നിന്നുള്ള ജ്ഞാനം, അഭൗമിക കാര്യങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം, അഭൗമിക മേഖലകളെ കുറിച്ചുള്ള പരിജ്ഞാനം അധരങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു പുരോഹിതൻ. അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമായി. കൺഫെഷൻ is the best form of counseling. അതൊരു ഉപദേശം ചോദിക്കുക. പല രാജ്യങ്ങളിലും 30 മിനിറ്റ് കൗൺസിലിംഗ് നടത്തണമെങ്കിൽ നല്ല ഒരു തുക കൗൺസിലർക്ക് കൊടുക്കണം. ഓരോ മണിക്കൂർ പ്രധാനപ്പെട്ടതാണ്. ഓരോ മിനിറ്റും നല്ല പ്രതിഫലം വാങ്ങിക്കൊണ്ടാണ് ഈ കൗൺസിലിംഗ് നടത്തുന്നത്. പുരോഹിതനെ കുറിച്ച് പറയുന്നു, അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടത്, ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമാണ്. ദൈവ സംസർഗത്തിൽ അധിഷ്ഠിതമായ പരിജ്ഞാനം പുരോഹിതനുണ്ട്. അനുഭവങ്ങളുടെ സമ്പത്തുണ്ട്. ആത്മാക്കളുമായുള്ള നിരന്തരമായ ഇടപെടലുണ്ട്. പരിപാകതയുണ്ട്. കർമാനുഷ്ഠാനങ്ങളിലൂടെ സ്വയം ശുദ്ധീകരിക്കപ്പെടുന്നവനും സമൂഹത്തെ ശുദ്ധീകരിക്കുന്നവനുമാണ് പുരോഹിതൻ. ഉപദേശം അവനോട് ചോദിച്ചു വാങ്ങേണ്ടതാണ്. കുമ്പസാരത്തിൽ ആവശ്യമുള്ള ഉപദേശങ്ങൾ പുരോഹിതൻ നൽകണം. ഉപദേശം ചോദിക്കണം, ഉപദേശം വാങ്ങണം, അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കണം. നമ്മൾ ഏറ്റുപറയുന്ന കാര്യങ്ങൾ ഒരിക്കലും പുരോഹിതൻ പരസ്യമാക്കുകയില്ല. പാസ്റ്ററൽ എറ്റിക്വറ്റ് എന്ന് പറയും. ഇടയത്വപരമായ ഒരു നീതിശാസ്ത്രം അത് പുറത്താക്കുകയില്ല, പരസ്യമാക്കുകയില്ല. നമുക്കറിയാം, മെഡിക്കൽ രംഗത്ത് ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് പറയും. നേഴ്സിംഗോ MBBS ഒക്കെ പാസ്സാകുമ്പോഴേ, പഠനം പൂർത്തിയാകുമ്പോഴേ അവരെല്ലാവരും ഒരു പ്രതിജ്ഞയെടുക്കും. ഗ്രീക്ക് മെഡിക്കൽ സയൻസിന്റെ പിതാവായ ഹിപ്പോക്രാറ്റസിന്റെ നാമത്തിലാണ് ആ പ്രതിജ്ഞ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഹിപ്പോക്രാറ്റിക് ഓത്ത് പ്ലഡ്ജ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ലഭിച്ച ഈ അറിവ് ഞങ്ങൾ ഒരിക്കലും ദുരുപയോഗപ്പെടുത്തുകയില്ല. വേണമെങ്കിൽ ഒരു ട്യൂബ് മാറ്റിയാൽ രോഗി മരിക്കും, മരുന്ന് മാറി കുത്തിവെച്ചാൽ രോഗി മരിക്കും, അപകടം സംഭവിക്കാം. അവഗണനയുണ്ടായാൽ, വേണ്ട പോലെ ശുശ്രൂഷിക്കുന്നില്ലെങ്കിൽ രോഗിക്ക് മാരകമായ പ്രയാസങ്ങൾ സംഭവിക്കാം. തനിക്ക് ലഭിച്ച വൈദഗ്ധ്യം, വൈദ്യശാസ്ത്ര രംഗത്തെ അറിവ് ഒരിക്കലും ദുരുപയോഗപ്പെടുത്തുകയില്ല എന്ന പ്രതിജ്ഞയാണ്. അതുപോലെ പുരോഹിതൻ ഒരിക്കലും ദുരുപയോഗപ്പെടുത്തുകയില്ല, പരസ്യമാക്കുകയില്ല. തല പോകേണ്ടി വന്നു, ജീവൻ പോകേണ്ടി വന്നു, വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകേണ്ടി വന്നു, അത് പരസ്യപ്പെടുത്തുകയില്ല. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാണ്.
പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടത്, ഉപദേശം അവരോട് ചോദിച്ചു പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് പുരോഹിതന്റെ അടുക്കൽ കുമ്പസാരം ക്രമീകരിച്ചിരിക്കുന്നത്. സഭ അവൻ പരിജ്ഞാനമുള്ളവൻ, വിവേകമുള്ളവൻ, ദൈവിക അധികാരമുള്ളവൻ. അവൻ ലഭിച്ച കൃപ ദുരുപയോഗപ്പെടുത്തുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. സഭയുടെ പ്രതീതി, സഭ ചില കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളവർ, ഔദാശികമായ അധികാരങ്ങളുള്ളവർ, ദൈവം ചില അധികാരങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. അതിനാൽ പുരോഹിതന്റെ അടുക്കലുള്ള കുമ്പസാര സഭ ക്രമീകരിച്ചിരിക്കുന്നു. സഭാ ചരിത്രത്തിൽ നാം കാണുന്നുണ്ട്, ആദിമ കാലഘട്ടങ്ങളിൽ ചില സന്ദർഭങ്ങൾ, ചില സ്ഥലങ്ങളിൽ പരസ്യമായ കുമ്പസാരത്തിന്റെ ഏർപ്പാടുണ്ടായി. സഭ കൂടി വന്നപ്പോൾ എല്ലാവരും മുമ്പിൽ വെച്ച് പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു രീതി ചില പ്രാദേശിക സഭകളുണ്ട്. അപ്പോൾ ചില പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ടായി. കുടുംബാംഗങ്ങളുടെയും മറ്റെല്ലാവരുടെ മുമ്പിൽ വെച്ച് സത്യസന്ധമായി പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അതുപോലെ ഒരുപാട് കലഹങ്ങളുണ്ടാവും. അപ്പോൾ ചില പ്രാദേശിക സുന്നഹദോസ് തീരുമാനമെടുത്തു, ഇനി പുരോഹിതന്റെ അടുക്കൽ രഹസ്യ കുമ്പസാരമാണ് വേണ്ടത്. അതനുസരിച്ചാണ് പൗരാണിക സഭകൾ പുരോഹിതന്റെ അടുക്കൽ കുമ്പസാരം ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച ഒരു ചിത്രമായിരുന്നു വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പുരോഹിതന്റെ അടുക്കൽ കുമ്പസാരിക്കുന്ന ചിത്രം. അനേകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി. കുമ്പസാരത്തിന്റെ മഹത്വം ലോകത്തോട് അറിയിക്കുന്ന ഒരു ചിത്രമാണ്. പുരോഹിതന്റെ മുമ്പാകെയുള്ള മാർപ്പാപ്പയുടെ കുമ്പസാരം. നമ്മുടെ ബാബാതിരുമേനിമാരും മെത്രാച്ചന്മാരും ഒക്കെ പുരോഹിതന്മാരുടെ കുമ്പസാരം. അതിനതിൻ്റെതായ പ്രാധാന്യമുണ്ട്. വൈദികർ അന്യോന്യം കുമ്പസാരം. കുമ്പസാരത്തിന്റെ മഹാത്മ്യം അനുഭവിച്ചറിയുന്ന, അതിലൂടെ റിലാക്സേഷൻ, അതിലൂടെ സൗഖ്യം പ്രാപിക്കുന്ന അനേകമുണ്ട്. നമ്മൾ അനുഭവത്തിൽ ആകണം. അതുപോലെ പുതിയ നിയമത്തിൽ നാം വായിക്കും, കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പാപമോചന അധികാരം കൊടുത്തു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 22-23 വാക്യം. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്നുള്ളത്. യേശുക്രിസ്തു അപ്പോസ്തലന്മാർക്ക് പാപമോചനാധികാരം നൽകി. അത് കൈവെപ്പിലൂടെ, കലാകാലങ്ങളിൽ അധികാരപ്പെടുത്തലിലൂടെ പൗരോഹിത്യ ശൃംഖലയ്ക്ക് അത് ലഭിക്കുന്നു. സഭയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അപ്പോസ്തോലിക സഭയാണ്. സഭ ഒരു ക്ലബല്ല, ഒരു സംഘടനയല്ല. നമുക്ക് ഓരോരുത്തർക്കും തോന്നിയ പോലെ സഭ ഉണ്ടാക്കാനൊക്കെയില്ല. ഒരു കെട്ടിടം ഉണ്ടാക്കി ബോർഡ് വെച്ചാൽ സഭയാവുകയില്ല. സഭ അപ്പോസ്തോലികമാണ്. അതിന്റെ അർത്ഥം അപ്പോസ്തലന്മാർക്ക് ലഭിച്ച പാപമോചന അധികാര സഭയുണ്ടെന്നാണ്. അപ്പോസ്തോലിക വിശ്വാസവും പാരമ്പര്യങ്ങളും അപ്പോസ്തലന്മാർക്ക് ലഭിച്ച പാപമോചന അധികാരവും സഭയിലൂടെ കൈമാറി ലഭിക്കുന്നു. അതുകൊണ്ടാണ് സഭ അപ്പോസ്തോലികമാകുന്നത്. ആ പാപമോചനാധികാരം കൈവെപ്പിലൂടെ അപ്പോസ്തലന്മാർക്ക് തുടർന്ന് പ്രാപിച്ചിരിക്കുന്ന അധികാരമാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പാപമോചനാധികാരം നൽകിയെന്ന് വളരെ വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-23 വാക്യങ്ങളാണല്ലോ വായിച്ചത്. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക്
ലേവ്യ പുസ്തകം 4-ാം അധ്യായം 26-ാം വാക്യം. ലേവ്യ പുസ്തകം 4-ാം അധ്യായം 26-ാം വാക്യം. അതിന്റെ മേധസ്സൊക്കെ അവൻ സമാധാനയാഗത്തിന്റെ മേധസ് പോലെ യാഗപീഠത്തിന്റെ ദഹിപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവന്റെ പാപനിമിത്തം അവനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. കുമ്പസാര പ്രക്രിയ ഒരു പ്രായശ്ചിത്തം കഴിക്കലാണ്. അത് പ്രായശ്ചിത്തമാണ്. പുരോഹിതൻ കുമ്പസാരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കും. കുമ്പസാരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പുരോഹിതൻ പ്രത്യേകം പ്രാർത്ഥിക്കും. കുർബാനയിൽ അവരെ ഓർക്കും. കുമ്പസാരവും കുർബാനാനും ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. കുമ്പസാരിച്ച് കുർബാന. ഇവിടെ പറയുന്നു, പാപിക്ക് വേണ്ടി പുരോഹിതൻ പ്രായശ്ചിത്തം കഴിച്ചാൽ ക്ഷമിക്കപ്പെടും. അന്നത്തെ ദൈവിക വെളിപാടനുസരിച്ച് മൃഗബലി ഉണ്ടായിരുന്നു. ജന്തുക്കളെ യാഗം കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു. യാഗവസ്തുവിന്റെ മേധസ്സൊക്കെ അവൻ സമാധാനയാഗത്തിന്റെ മേധസ് പോലെ യാഗപീഠത്തിന്റെ ദഹിപ്പിക്കും. ഇങ്ങനെ പുരോഹിതൻ അവന്റെ പാപനിമിത്തം അവനു വേണ്ടി പ്രായശ്ചിത്തം കഴിയും. പുരോഹിതൻ കുമ്പസാരിക്കുന്ന വ്യക്തിയുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അതിനുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കും. പ്രത്യേക പ്രാർത്ഥന കഴിക്കുന്നു. കുർബാനയെ ഓർക്കുന്നു. കുർബാനയെ അർപ്പിക്കുന്നു. പാപപരിഹാര കർമ്മമാണ് അനുഷ്ഠിക്കുന്നു. യാഗപ്രക്രിയയിൽ ജീവൻ സമർപ്പിക്കപ്പെടും. ജീവൻ രൂപാന്തരപ്പെടും. ജീവൻ പങ്കിടപ്പെടും. ആ സമർപ്പിക്കപ്പെടുന്ന ഭാവി മാനസാന്തരപ്പെടുന്ന അനുഭവം കൂടി സാധ്യമാണ്. രൂപാന്തരപ്പെടാൻ കുമ്പസാരിക്കുന്ന വ്യക്തി രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരും. അവൻ പാപങ്ങളെ ഉപേക്ഷിക്കും. ഒരു പുതിയ സൃഷ്ടിയായി മാറും. അവൻ സമർപ്പിക്കപ്പെടുന്നു. ആ വ്യക്തിക്ക് രൂപാന്തരം ഉണ്ടാകുന്നു. അത്ഭുതകരമായ രൂപാന്തരം ഉണ്ടാകുന്നു. അവന്റെ ജീവിതം പങ്കിടപ്പെടുകയാണ്. സഭയ്ക്ക് സമൂഹത്തിന് വേണ്ടി ദൈവമഹത്വത്തിനായി സമർപ്പിക്കപ്പെടുകയാണ്. കുമ്പസാര പ്രക്രിയ യാഗ പ്രക്രിയ, സമർപ്പണ പ്രക്രിയ. ഇതൊരു യാഗകർമ്മമാണ്. അതൊരു പ്രായശ്ചിത്ത കർമ്മമാണ്. ഒരുങ്ങി കുമ്പസാരിക്കാൻ വരുന്നു എന്നുള്ളതൊരു പ്രായശ്ചിത്തമാണ്. നമ്മുടെ സമയം, കഴിവ്, ശരീരം, താലന്ത് എല്ലാം സമർപ്പിക്കുക. ദൈവമുമ്പാകെ സമർപ്പിക്കുക. വിശ്വാസത്തോടെ സമർപ്പിക്കുക. പുരോഹിതൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിയും. മുട്ടിപ്പായി പ്രാർത്ഥിക്കും. കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കും. ഹൃദയമൊഴുകി പ്രാർത്ഥിക്കും. പാപിക്ക് വേണ്ടി പുരോഹിതൻ പ്രായശ്ചിത്തം കഴിച്ചാൽ അത് ക്ഷമിക്കപ്പെടുമെന്ന് വളരെ വ്യക്തമായി ബൈബിൾ നമ്മെ പഠിപ്പിക്കും. വീണ്ടും ലേവ്യ പുസ്തകം 5-ാം അധ്യായം 5-6 വാക്യം. ലേവ്യ പുസ്തകം 5-ാം അധ്യായം 5-6 വാക്യം. അനുദപിക്കുന്ന പാപി പുരോഹിതനോട് പാപങ്ങൾ ഏറ്റുപറയും. പുരോഹിതൻ അവന്റെ പാപപരിഹാരാർത്ഥം ബലികഴിക്കണമെന്നൊക്കെ ആ ഭാഗത്ത് പറയുന്നു. ലേവ്യ പുസ്തകം 5-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ആ കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകുമ്പോൾ താൻ പാപം ചെയ്തുവെന്ന് അവൻ ഏറ്റുപറയും. പാപി പാപം ചെയ്തു എന്ന് ഏറ്റുപറയണം. അതാണ് ദൈവകൽപ്പന. പാപം ചെയ്തു എന്ന് ഏറ്റുപറയണം. താൻ ചെയ്ത പാപനിമിത്തം യഹോവയ്ക്ക് അകൃത്യയാഗമായി ചെമ്മരിയാട്ടിൻ കുട്ടിയോ കോലാട്ടിൻ കുട്ടിയോ ആയ ഒരു പെണ്ണാടിനെ പാപയാഗമായി കൊണ്ടുവരും.
അനുദപിക്കണം, പാപങ്ങളേറ്റു പറയണം. പാപപരിഹാരാർത്ഥം ബലികൾ, ആ പാപങ്ങൾക്ക് പരിഹാരമായി ബലികൾ. കുർബാന നടത്തി, കുർബാന കൈക്കൊള്ളണം. അപ്പൊ കുംഭസാരവും കുർബാന അനുഭവം പാപപരിഹാരാർത്ഥം ബലിയർപ്പണം. കുറ്റങ്ങൾ, പാപങ്ങൾ ഏറ്റുപറയണം, പാപപരിഹാരാർത്ഥം ബലി കർപ്പിക്കണം. വിശുദ്ധ കുർബാന ബലിയാണ്. ആ ബലിയിൽ സംബന്ധിക്കണം, കുർബാന അനുഭവിക്കണം. വിശ്വാസത്തോടെ, ഒരുക്കത്തോടെ, പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ബലിയിൽ സംബന്ധിക്കണം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് രൂപാന്തരപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഹൂസോയോ പ്രാർത്ഥന. വന്ന് പറയാം, അച്ഛാ എനിക്ക് ഹൂസോയോ വേണമെന്ന് പറയും. അതിന്റെ അർത്ഥം അറിയാവും. ഹൂസോയോ എന്ന് വെച്ചാൽ പാപമോചനം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച വ്യക്തിക്കാണ് ഹൂസോയോ കൊടുക്കുന്നത്. ഇപ്പൊ കുമ്പസാരത്തിന് സമയം കണ്ടത് ബൈബിൾ പറഞ്ഞിരിക്കുന്ന പോലെ പാപങ്ങൾ ഏറ്റുപറയും, പശ്ചാത്തപിക്കണം, പ്രായശ്ചിത്തം കഴിക്കണം. ഇല്ലെങ്കിൽ ശുഭം ഉണ്ടാവുകയില്ല. പാപങ്ങൾ ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കും, ദൈവത്തിന്റെ കൃപ ലഭിക്കും. അനുദപിക്കുന്ന ഭാവി പുരോഹിതനോട് പാപങ്ങൾ ഏറ്റുപറയും. പുരോഹിതൻ അവന്റെ പാപപരിഹാരാർത്ഥം ബലി കഴിയും. വീണ്ടും ആവർത്തന പുസ്തകത്തിൽ കുംഭസാരത്തിന്റെ മറ്റു ചില സൂചനകൾ നമുക്ക് ലഭിക്കും. കുംഭസാരം അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ, നിരപ്പിന്റെ ശുശ്രൂഷ, റിക്കൺസിലിയേഷൻ, അനുരഞ്ജനം. ദൈവത്തോടും മനുഷ്യരോടും അനുരഞ്ജനപ്പെടുക, നിരപ്പാവുക. ആവർത്തന പുസ്തകം 21-ാം അധ്യായം 5-ാം വാക്യം. ആവർത്തനം 21:5. പിന്നെ ലേവ്യരായ പുരോഹിതന്മാർ അടുത്തു ചെല്ലണം. അവരെയല്ലോ നിന്റെ ദൈവമായ യഹോവ തനിക്ക് ശുശ്രൂഷ ചെയ്യുവാനും യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിപ്പാനും തെരഞ്ഞെടുത്തിരിക്കുന്നത്. യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് പുരോഹിതൻ. ഭാവിയെയും അനുഗ്രഹിക്കുകയാണ്. പശ്ചാത്തപിക്കുന്ന, പാപങ്ങളേറ്റു പറയുന്ന ഭാവിയെ അനുഗ്രഹിക്കുകയാണ്. പിന്നെ എന്താണ് പറയുന്നത്? അവരുടെ വാക്യപ്രകാരം സകല വ്യവഹാരവും അടികലശലും തീർക്കേണ്ടതാകും. അപ്പൊ പുരോഹിതന്മാർ നടത്തിയെന്ന് അവരെ രഞ്ജിപ്പിക്കണം, നിരപ്പാക്കണം, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റണം. ഈ സത്യകുംഭസാരത്തിന്റെ അനുഭവത്തിലൂടെ നിരപ്പായ അനേകം, തമ്മിൽ നിരപ്പായ, വിദ്വേഷം വെച്ചു പുലർത്തുന്നവരോട്, വെറുപ്പിലും വൈരാഗ്യത്തിലും ദേഷ്യത്തിലും കഴിയുന്നവരോട്, പിണക്കത്തിൽ കഴിയുന്നവരോട് നിരപ്പാകേണ്ടതിന്റെ ആവശ്യകത പുരോഹിതൻ വ്യക്തമാക്കുന്നു. അങ്ങനെ തമ്മിൽ നിരപ്പാകുന്ന അനുഭവം കുംഭസാരത്തിന്റെ ശുശ്രൂഷയുടെ ഉണ്ടാകും. ഇങ്ങനെയുള്ള അനേക അനുഭവങ്ങളുണ്ട്. പിണക്കത്തിലിരിക്കുന്നവരൊക്കെ ഈ ശുശ്രൂഷ പോലെ നിരപ്പിന്റെ അനുഭവത്തിലേക്ക് വരുന്നുണ്ട്. ക്ഷമിപ്പാൻ നമ്മൾ പഠിക്കും. നമ്മളോട് കുറ്റം ചെയ്തിട്ടുള്ളവരോടും ക്ഷമിപ്പാൻ നമുക്കിടയാവും, ശക്തി ലഭിക്കും. നമ്മെ ഉപദ്രവിച്ചവരോടും നമ്മൾ ക്ഷമിക്കും, അനുരഞ്ജനപ്പെടുക. അപ്പോൾ റിലാക്സേഷൻ, നമ്മുടെ ഭാരങ്ങൾ കുറയും. നാം ക്ഷമിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ കുറയും. അത് സൈക്കോളജിക്കലായിട്ടും ശരിക്കും. നാം ക്ഷമ ചോദിക്കുമ്പോഴും നാം ക്ഷമിക്കുമ്പോഴും നമ്മുടെ ഭാരം കുറയും. കുംഭസാരത്തിൽ ക്ഷമ ചോദിക്കലും ക്ഷമിക്കലും ഒക്കെ അടങ്ങിയിരിക്കും. ഒരു പ്രത്യേക ആത്മീയ ശക്തി നമുക്ക് ലഭിക്കും. നമ്മെ ചിലതൊക്കെ ഉപദ്രവിച്ച് കാണും, നമ്മെ സഹായിക്കേണ്ടവർ സഹായിക്കാതിരുന്നിട്ടുണ്ടാകും. നമുക്ക് ക്ഷമിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഉപദ്രവിച്ചിട്ടുള്ളവരുണ്ടാകും, നമ്മോട് തെറ്റ് ചെയ്തിട്ടുള്ളവരുണ്ടാകും, ആക്ഷേപിച്ചിട്ടുള്ളവരുണ്ട്, പരിഹസിച്ചിട്ടുള്ളവരുണ്ട്. നമുക്ക് ക്ഷമിക്കാൻ കഴിയും. ക്ഷമ ശക്തിയാണ്.
കുമ്പസാരത്തിൽ ആ ക്ഷമ അർത്ഥവത്താൽ തീരുക. കുമ്പസാരിക്കാൻ തയ്യാറാകുന്നു എന്നതിന്റെ അർത്ഥം ക്ഷമിക്കാൻ തയ്യാറാകുന്നു എന്നാണ്. ക്ഷമിക്കാൻ, ക്ഷമ ചോദിക്കാൻ തയ്യാറാകുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കുമ്പസാരം ഒരു ചികിത്സയാണ്. ഇറ്റ് ഹാസ് തെറാപ്യൂട്ടിക് വാല്യൂ. കുമ്പസാരം ഒരു ചികിത്സ, രോഗസൗഖ്യത്തിന്റെ സാധ്യതകളുണ്ട്, മാനങ്ങളുണ്ട്. കുമ്പസാരം നമ്മുടെ ഭാരങ്ങൾ ഇല്ലാതാവും. അതിന്റെ ബഹുസ്ഫുരണമായി കണ്ണുനീരുണ്ട്, അനുതാപം, പശ്ചാത്താപം, ഹൃദയമൊഴുകുമ്പോൾ, കണ്ണീരൊഴുക്കുമ്പോൾ ഭാരം കുറഞ്ഞു എന്നാണ്. ഒരു കവിതയിൽ വായിച്ചു തോന്നുന്നു, ഒരു പട്ടാളക്കാരൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. മൃതശരീരം വെട്ടിയിലാക്കി അവന്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഭാര്യ ഇങ്ങനെ പാലിച്ചിരിക്കുക, ഒന്നും മിണ്ടുന്നില്ല, ഒരു ചലനവുമില്ല, വികാരത്തിന്റെ ഒരു പ്രകടനവുമില്ല. സ്വന്തം ഭർത്താവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ആ ഭർത്താവിന്റെ മൃതശരീരം വീട്ടിൽ കൊണ്ടുവന്നിരിക്കുക. ചലനമറ്റ നിർവികാരയായ ഭാര്യയോടെ പലരും ശ്രമിച്ചു, അവളെ കൊണ്ട് കരയിക്കാൻ ശ്രമിച്ചു, സംസാരിക്കാൻ ശ്രമിച്ചു, ഒന്നും വിജയിക്കുന്നില്ല. കുറെ നേരം കഴിഞ്ഞ് ആരോ ഒരാൾ അവരുടെ പിഞ്ചു കുഞ്ഞിനെ മടിയിലോട്ട് കൊണ്ടു. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾ പൊട്ടിക്കരയുക, കണ്ണീരൊഴുക്കി. അപ്പൊ കണ്ണീരൊഴുക്കുക എന്നുള്ളത് ഭാരം കുറയുന്നതിന്റെ അനുഭവം. ഈ ഭാരം കൂടിക്കൊണ്ട് അവിടെ ഒന്നും ഉണ്ടായില്ല. ഭർത്താവിന്റെ മരണത്തിൽ ചലനമില്ലാതെ, ഒരു വികാരവും പ്രകടിപ്പിക്കാതെ അനങ്ങാതിരുന്ന ആ ഭാര്യ സങ്കടത്തിന്റെ പരമകാഷ്ഠയിലായി, സങ്കടത്തിന്റെ സൂപ്പർലറ്റീവ് അനുഭവത്തിൽ. സ്വന്തം കുഞ്ഞിനെ കണ്ടപ്പോൾ അവരുടെ ഭാരം അത് സപ്ലിമെന്റ് ചെയ്യും. അവൾ കണ്ണീരെടുത്തു. അപ്പൊ കുംഭസാരത്തിലെ കണ്ണുനീർ ഭാരം കുറയാൻ, സൗഖ്യം പ്രാപിക്കാൻ. കണ്ണീരൊഴുക്കുന്നത് സൗഖ്യം പ്രാപിക്കുന്ന ഇതിന്റെ ലക്ഷണം. ശരീരത്തിന്റെയും മനസ്സിന്റെയും സൗഖ്യം പ്രാപിക്കുന്നു എന്നാണ് കണ്ണീരിന്റെ അർത്ഥം. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ കണ്ണീരൊഴുക്കണം. നമ്മുടെ പിതാക്കന്മാർ പറയും അനുഗ്രഹത്തിന്റെ കണ്ണീര്. കണ്ണീരിന് ഉപ്പുരസമാണെന്നാണ് പറയാം. കണ്ണീര് കുടിക്കുന്നല്ല, ആരെയും കണ്ണീര് കുടിപ്പിക്കരുത്. കണ്ണീര് കുടിക്കുന്നല്ല, ആരെയും കണ്ണീര് കുടിപ്പിക്കരുത്. നമ്മൾ പോലെ കുമ്പസാരം ഒരു ചികിത്സ. ഇവിടെ എന്താണ്? അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ. ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും തമ്മിൽ നിരപ്പിക്കാനുമുള്ള ശുശ്രൂഷ. എല്ലാ വഴക്കുകളും വക്കാണങ്ങളും പുരോഹിതന്റെ അടുത്ത് രമ്യമാകുന്ന സംഭവമാണ്. ആവർത്തന പുസ്തകം 21-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിച്ചു. പുരോഹിതൻ ദൈവനാമത്തിൽ അനുഗ്രഹിക്കുന്നവനാണ്. ഈ അനുഗ്രഹം നാം പ്രാപിക്കും. പുരോഹിതന്റെ അടുത്തുള്ള ഉപസാരത്തിലൂടെ നാം അനുഗ്രഹം പ്രാപിക്കും. നമുക്ക് ക്ഷമ ലഭിക്കും, നമ്മൾ അനുരഞ്ജനം പ്രാപിക്കും, നമ്മൾ മനസ്സിന്റെ സൗഖ്യം പ്രാപിക്കും, ആത്മാവിന്റെ സൗഖ്യം പ്രാപിക്കും, പരിജ്ഞാനം ലഭിക്കും. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നുവെന്ന് ബൈബിൾ പറയും. കർത്താവിൽ നിന്ന് സഭയിലൂടെ പുരോഹിതന് പാപമോചന അധികാരം ലഭിച്ചുവെന്ന് ബൈബിൾ പഠിക്കും. വീണ്ടും കുമ്പസാര പ്രക്രിയ പാപം ഏറ്റുപറയുകയും മാത്രമല്ല, ശിക്ഷാവിധികൾ സ്വീകരിക്കുന്നുണ്ട്.
ചുറ്റുമുള്ളപ്പോൾ ചില ശിക്ഷകളൊക്കെ അവർ വന്നിട്ടുണ്ട്. ശിക്ഷകൾ, ഇന്ന ആധ്യാത്മിക കേന്ദ്രത്തിൽ ഇത്ര ആഴ്ച പോകണം, മെഴുകുതിരി വാങ്ങിച്ച് പള്ളിയിൽ സമർപ്പിക്കണം, ഉദ്രിക്കം വാങ്ങിച്ച് സമർപ്പിക്കണം, ഇത്ര ആഴ്ച തുടർച്ചയായി പോകാൻ അനുഭവിക്കണം. അങ്ങനെ പല ശിക്ഷകളൊക്കെ ലഭിച്ചതുകൊണ്ട് പണിഷ്മെന്റ്, കുറ്റത്തിന് ശിക്ഷ ലഭിക്കും. അതും ഉപസാരത്തിന്റെ ഭാഗം. ശിക്ഷ ലഭിക്കുന്നു, അതും സൗഖ്യത്തിന്റെ ഭാഗം. നമ്മുടെ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതിന്റെ ഒരു സൈക്കോളജിക്കൽ മീനിങ് ആണ്. ദൈവം തന്ന താരത്ത് സമർപ്പിക്കുക നമ്മുടെ നദി അർപ്പണമാണ്. നമ്മുടെ പാപത്തിന്റെ പരിഹാരാർത്ഥം ഒരു നേർച്ച സമർപ്പിക്കുക. ദൈവത്തോട് നന്ദി അർപ്പണം ഇന്ന രീതിയിൽ മാത്രമാകുമെന്ന് പറയുന്നത് അത് പല രീതികളാണ്. ദൈവത്തോട് കൃതജ്ഞത അർപ്പിക്കാൻ പല രീതിയാണ്. നമ്മുടെ കർമാനുഷ്ഠാനങ്ങളെല്ലാം ദൈവത്തോടുള്ള കൃതജ്ഞത അർപ്പിക്കലാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മിസ്ഫെയിൽ സംഭവിച്ചായിരുന്നു. ശമൂൽ ഒരു കല്ലെടുത്ത് നാട്ടി ഇത്രത്തോളം ദൈവം സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഏബനേസർ എന്ന് പേര്. അപ്പൊ ദൈവം സഹായിച്ച ആ പ്രവർത്തനത്തിന് നന്ദി അർപ്പിക്കലാണ് ആ കല്ലെടുത്ത് നാട്ടിയ ശുശ്രൂഷ. ഇതുപോലെ നമ്മുടെ ഓരോ കർമാനുഷ്ഠാനം, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ അനുഷ്ഠാനം, നമ്മുടെ ക്രിയകൾ ദൈവത്തോടുള്ള നന്ദി അർപ്പണം, നമ്മുടെ നേർച്ച പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കൂടിയാണ്. സംഖ്യാപുസ്തകം 5-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഒരു പുരുഷനോ സ്ത്രീയോ യഹോവയോട് ദ്രോഹിച്ച് മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള വല്ല പാപവും ചെയ്തിട്ട് കുറ്റക്കാരായ ചെയ്ത പാപം അവർ ഏറ്റുപറയുക, തങ്ങളുടെ അകൃത്യത്തിന് പ്രതിശാന്തിയായി മുതലും അതിന്റെ 5-1 കൂട്ടി തങ്ങൾ അകൃത്യം ചെയ്തവരും പകരം കൊടുക്കും. മുതലും അതിന്റെ കൂടെ മറ്റൊരു തുകയെ കൂട്ടി പകരം കൊടുക്കും. അകൃത്യത്തിന് പ്രതിശാന്തിയായി ചില കാര്യങ്ങൾ ചെയ്യും. ബൈബിളിന്റെ സന്ദേശം പാപങ്ങൾക്ക് പ്രതിശാന്തിയായി, പാപങ്ങൾക്ക് പരിഹാരമായി ചില കർമ്മങ്ങൾ ചെയ്യും. അതാണ് കുമ്പസാരത്തിന്റെ ശിക്ഷാവിധിക്രമം. സംഖ്യാപുസ്തകം 5-ാം അധ്യായം 6-7 വാക്യങ്ങളാണ് വായിച്ചത്. യഹോവയോട് ദ്രോഹിച്ച് മനുഷ്യരുടെ നടപ്പുള്ള വല്ല പാപവും ചെയ്തിട്ട് കുറ്റക്കാരായ ചെയ്ത പാപം ഏറ്റുപറയും. ദൈവത്തിന്റെ കൽപ്പന ചെയ്ത പാപം ഏറ്റുപറയും. ഏറ്റുപറയുന്നതോടൊപ്പം എന്ത് ചെയ്യണം? തങ്ങളുടെ അകൃത്യത്തിന്റെ പ്രതിശാന്തിയാണ് മുതലും അതിന്റെ 5-1 കൂട്ടി തങ്ങൾ അകൃത്യം ചെയ്തവരും പകരം കൊടുക്കും. ആ പകരം കൊടുക്കലാണ് കുമ്പസാരത്തിന്റെ പൂർത്തീകരണം. കുമ്പസാരത്തിന്റെ ഭാഗമായി പങ്കിടുക, നമ്മുടെ താലന്തുകൾ പങ്കിടുക, സഹായഹസ്തം നീട്ടുക, മറ്റുള്ളവരെ സഹായിക്കുക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക. സത്യസന്ധമായ കുമ്പസാരത്തിലൂടെ അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തവരെ സത്യസന്ധമായ കുമ്പസാരത്തിന്റെ ഭാഗം പങ്കിടുക, സഹായഹസ്തം നീട്ടുക, സാധുജന സഹായം, സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പങ്കാളിയാകും. കുമ്പസാര പ്രക്രിയയിലൂടെ ദശാംശം കൊടുക്കുന്ന അനേകരിക്കും. 10-1 ദൈവത്തിന്റെ വക ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ദശാംശം മാറ്റിവെക്കുന്നില്ലെങ്കിൽ കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ട പാപം, പരിഹരിക്കേണ്ട പാപം, ചെയ്യാതിരിക്കുന്നതും പാപം. നമ്മൾ വിചാരിക്കും ഞാൻ കൊലപാതകം ചെയ്യുന്നില്ല, ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, എനിക്ക് പാപമൊന്നുമില്ല. പാപം ചിന്തയാലും വാക്കിനാലും പ്രവർത്തനങ്ങളാൽ വന്നു പോകുന്ന കാര്യങ്ങൾ മാത്രമല്ല, സിൻ ഓഫ് ഒമിഷൻ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും പാപം. സിൻ ഓഫ് കമ്മീഷൻ ആൻഡ്
സിൻ ഓഫ് ഒമിഷൻ. എത്രയോ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. കർത്താവിന്റെ കൽപ്പനകൾ എത്രയോ പാലിക്കുന്നില്ല. നിന്നെ പോലെ എന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള അർത്ഥം താക്കി തീർക്കുന്നുണ്ടോ? പ്രായോഗിക ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നുണ്ടോ? നിന്നെ പോലെ എന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നുണ്ടോ? നമ്മെ പോലെ അയൽക്കാരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? പങ്കിടുന്നുണ്ടോ? സഹായഹസ്തം നീട്ടുന്നുണ്ടോ? കർത്താവ് പറയുന്നുണ്ട്, വസ്ത്രങ്ങൾ ഇല്ലാത്തവര് കൊടുക്കണം, ആഹാരം ഇല്ലാത്തവര് കൊടുക്കണം, തടവിൽ പാർക്കുന്നവരെ പോയി കാണണം, വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കണം, സൗഖ്യം നൽകണം, സമാധാനം കൊടുത്തുകൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ഏറ്റുപറയേണ്ട പാപം, പരിഹരിക്കേണ്ട പാപം. ഇപ്പൊ നമ്മുടെ ഹൃദയത്തിലോട്ട് ഒരു ടോർച്ച് അടിച്ചു നോക്കി ആത്മശോധന നടത്തി തെറ്റുകൾ കണ്ടുപിടിക്കും. മറഞ്ഞിരിക്കും തെറ്റുകൾ, അഴുക്കുകൾ, ബലഹീനതകൾ. പറയേണ്ടത് പറയാതിരിക്കുന്നതും പാപം, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും പാപം. നീതി നിവർത്തിക്കാതിരിക്കുന്ന പാപം, സഹജീവികളെ കരുതാതിരിക്കുന്ന പാപം, കുംഭസാരത്തിലേക്ക് പറയേണ്ട പാപം, പരിഹരിക്കേണ്ട പാപം. അതുകൊണ്ട് ശിക്ഷാവിധികൾ സ്വീകരിക്കുകയും വേണം കുംഭസാരത്തിൽ. അത് കുംഭസാരത്തിന്റെ പാപം. കുംഭസാരം തിന്മയിൽ നിന്ന് തിരിച്ചു പോകാൻ, നന്മ ചെയ്യാൻ തീരുമാനമെടുക്കണം. ഇറ്റ്സ് എ ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ. കുംഭസാരം ഒരു ചികിത്സയാണ്. കുംഭസാരം ഒരു കൗൺസിലിംഗ് ആണ്. കുംഭസാരം തിന്മയിൽ നിന്ന് തിരിച്ചു പോകൽ. കുംഭസാരം നന്മ ചെയ്യാൻ തീരുമാനമെടുക്കൽ, ഡിസിഷൻ മേക്കിംഗ്. ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കലാണ്. തീരുമാനത്തിൽ നിലനിൽക്കലാണ്. എടുത്ത തീരുമാനം പ്രാവർത്തികമാക്കലാണ്. About there, we are turning back. നമ്മൾ തിരിച്ചു പോവുകയാണ്. തിന്മയിൽ നിന്ന് തിരിച്ചു പോകലാണ്. യെഹെസ്കേൽ 33:19. യെഹെസ്കേൽ 33:19. എന്നാൽ ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ്, ദുഷ്ടത വിട്ടുതിരിയലാണ്. ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ ജീവിക്കും. ദുഷ്ടതകളെ വിട്ടുപിരിഞ്ഞ് ന്യായവും നീതിയും പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കലും ആ തീരുമാനത്തിൽ നിലനിൽക്കലുമാണ് കുംഭസാരം. We are taking a decision, a firm decision in holy confession. We are turning back. മനം തിരികെ, തിന്മയിൽ തിരിച്ചു പോകാൻ, പോയിക്കൊണ്ടിരിക്കുന്ന പാതയിൽ നിന്ന് മാറല, പാപത്തിന്റെ അശുദ്ധിയുടെ പാതയിൽ നിന്ന് തെന്നി മാറലാണ്. ഈ പിശാച് ഓവർടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ കൂടുതൽ തിന്മ ചെയ്യാൻ പ്രലോഭിപ്പിക്കുക, നമ്മെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഓവർടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സാധാരണ നമ്മളെ കെണിയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കുംഭസാരത്തെ പ്രാധാന്യം കൂടിക്കൂടി വരിക. തിന്മയിൽ നിന്ന് തിരിച്ചു പോകലും നന്മ ചെയ്യാൻ തീരുമാനമെടുക്കലുമാണ് കുംഭസാരം. വീണ്ടും നമ്മൾ എന്നും ചൊല്ലുന്ന സങ്കീർത്തനത്തിൽ എന്താണ് പറയുന്നത്? 51-ാം സങ്കീർത്തനം 17-ാം വാക്യം. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു മുഴുകിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്,
തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയും കുമ്പസാരത്തിൽ മനസ്സ് തകർന്ന് നുറുങ്ങി കണ്ണീരൊഴുക്കി അനുതപിച്ച് പാപങ്ങളേറ്റു പറയും. തകർന്നിരിക്കുന്ന മനസ്സ്, നുറുങ്ങിയ ഹൃദയവും അനുഗ്രഹത്തിന്റെ കണ്ണുനീരുമാണ് കുമ്പസാരം. നുറുങ്ങിയ ഹൃദയമാണ് കുമ്പസാരം, അനുഗ്രഹത്തിന്റെ കണ്ണുനീരാണ് കുമ്പസാരം. ബ്ലെസ്സഡ് ടീയേഴ്സ്, അനുഗ്രഹത്തിന്റെ കണ്ണുനീരാണ് കുമ്പസാരം. ഓർത്തഡോക്സ് സഭകളിലെ കുമ്പസാര പിതാക്കന്മാർ വലിയ ശുശ്രൂഷയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പല കുമ്പസാര പിതാക്കന്മാരെ അടുത്തറിയാം. ഞാൻ കുറെ വർഷങ്ങൾ റഷ്യയിൽ താമസിക്കുന്ന സമയത്തും മറ്റു ഓർത്തഡോക്സ് സഭകളിലെ ജീവിതം പരിചയപ്പെട്ട സന്ദർഭങ്ങളിലും ആ രാജ്യങ്ങളിലൊക്കെ ഓർത്തഡോക്സ് സഭയിലെ കുമ്പസാര പിതാക്കന്മാരെ കുറിച്ച് നേരിട്ടറിഞ്ഞിട്ടുണ്ട്. ആ കുമ്പസാര പ്രക്രിയയെക്കുറിച്ച് കുമ്പസാരിക്കാൻ വരുന്നവര് പള്ളിക്ക് പുറത്തു ഓരോരുത്തരാകത്തു. നമ്മളെപ്പോലെ ഇങ്ങനെ അച്ഛനെ പൂജ നിൽക്കുകയല്ല കുമ്പസാരത്തിന്, എല്ലാവരും കൂടെ അവിടെ പൂജ നിൽക്കുകയല്ല. ഓരോരുത്തരും ബാക്കിയുള്ളവരൊക്കെ ദൂരമാണ്. എന്നിട്ട് എന്ത് ചെയ്തറിയാമോ? ഈ കുമ്പസാര പിതാവ് ഈ കുമ്പസാരിക്കാൻ വരുന്ന വ്യക്തിയും കൂടെ ഉറക്കം കരയും, പൊട്ടിക്കരയും, നിലവിളിക്കും. ദൂരെ കേൾക്കാൻ കരച്ചു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ കരയുന്നതിന് വേണ്ടി ഈ കുമ്പസാര പിതാവ് കുമ്പസാരിക്കാൻ വരുന്ന വ്യക്തിയും കൂടെ പൊട്ടിക്കരയും, ഏകരടിച്ചു. എന്താണെന്നറിയാമോ? കുമ്പസാരത്തിന്റെ തുയോബോമാണ് ഈ കരച്ചിൽ. എന്താണ് തുയോബോ എന്ന വാക്കിന്റെ അർത്ഥം? ഒരുക്ക ശുശ്രൂഷ. കുർബാനയ്ക്ക് തുയോബോയില്ല. പുരോഹിതൻ മദ്ബഹായ്ക്കകത്ത് കയറി പ്രാർത്ഥനകളൊക്കെ ചൊല്ലും. ഒരുക്ക ശുശ്രൂഷയാണ്. കുർബാനയുടെ ആദ്യത്തെ ഭാഗം ഒരുക്ക ശുശ്രൂഷ, തുയോബോ. എല്ലാ കൂദാശകൾക്കും ഒരുക്ക ശുശ്രൂഷയുണ്ട്. ഞങ്ങൾ പുരോഹിതന്മാര് ഏത് കൂദാശ ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകം ഒരുങ്ങും, പ്രാർത്ഥിച്ചൊരുങ്ങും. കുർബാനയ്ക്കുള്ള ഒരുക്കം തലേന്ന് സന്ധ്യാനമസ്കാരത്തോടെ ആരംഭിക്കും. വേദഭാഗങ്ങളൊക്കെ ചൊല്ലണം, അനുതാപത്തിന്റെ സങ്കീർത്തനങ്ങളൊക്കെ ചൊല്ലണം, രഹസ്യ പ്രാർത്ഥനകളൊക്കെ ചൊല്ലണം. നല്ല ഒരുക്കം വേണം. ഏത് കൂദാശയാണ്? കല്യാണം കഴിപ്പിക്കാൻ വരികയാണ് വിചാരിച്ചു, ആ പുരോഹിതൻ ശരിയായിട്ട് ഒരുങ്ങിയാണ് വരിക. മണവാളിന് മണവാട്ടിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുക്കത്തോടെയാണ് വിവാഹ ശുശ്രൂഷ നടത്താൻ വരുന്നത്, മാമോദീസ നടത്താൻ വരുന്നത്. ഏത് കൂദാശയാണെങ്കിൽ അനുഷ്ഠിക്കുന്നതിന് മുമ്പ് തുയോഗം, ഒരുക്ക ശുശ്രൂഷ, പ്രാർത്ഥനകൾ, കണ്ണുനീര്, അനുഗ്രഹത്തിന്റെ കണ്ണീര്. ഈ കുമ്പസാര പിതാവ് കുമ്പസാരിക്കാൻ വരുന്ന വ്യക്തിയും കൂടെ ഉറക്കത്തിന് വിളിച്ചിട്ട് പൊട്ടിക്കഴിയും. പിന്നെയാണ് കുമ്പസാരം ആരംഭിക്കുന്നത്. ആധ്യാത്മികമായ ഒരു റാപ്പോർട്ട് സ്ഥാപിക്കാൻ, എ സ്പിരിച്വൽ റാപ്പോർട്ട്, എ സ്പിരിച്വൽ യൂണിറ്റി, ആധ്യാത്മികമായ ഐകമത്യം. ഈ കുമ്പസാര പിതാവ് കുമ്പസാരിക്കുന്ന വ്യക്തിയും കൂടെ ഒരുമിച്ചുള്ള ഏകോപനം, ആത്മീയ തലത്തിലെ ഏകോപനം. ശരീരം രണ്ടായിരിക്കും, പക്ഷെ ആത്മീയ തലങ്ങളില് ഏകോപിക്കുക, ഒരുമിച്ച് കരയുക, ഒരുമിച്ച് കണ്ണീരൊഴുക്കുക. Tears speak volumes. കണ്ണുനീർ തുള്ളികൾ ലോകത്തോട് സംസാരിക്കുക. അനുഗ്രഹത്തിന് മുഖാന്തരമാണ് കണ്ണീർ തുള്ളികൾ. നമ്മുടെ ഭവനങ്ങളില് ഭൗതിക പുരോഗതിയെ കുറിച്ച് സൗകര്യങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ട്.
കണ്ണുനീരിൻ്റെ കുറവ്. സഭയിലും സമൂഹത്തിലും കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും കണ്ണുനീരിൻ്റെ കുറവ്. അത് പരിഹരിക്കണം. കണ്ണുനീരിൻ്റെ കുറവ് പരിഹരിക്കണം. കണ്ണുനീർ അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. കണ്ണുനീർ നിരപ്പിന്റെ അനുഭവം കൊണ്ടുവരും. അനുരഞ്ജനം കൊണ്ടുവരും. അനുഗ്രഹത്തിന്റെ കണ്ണുനീരാണ് ദൈവശാസ്ത്രം. ദൈവശാസ്ത്രത്തിന് കൊടുക്കുന്ന ഒരു നിർവചനമാണ്. അനുഗ്രഹത്തിന്റെ കണ്ണുനീരാണ് ദൈവശാസ്ത്രം. സഭയുടെ മനസ്സാണ് ദൈവശാസ്ത്രം. ആചാരാനുഷ്ഠാനങ്ങളിലെല്ലാം ഈ മനസ്സാണ്. അതെല്ലാം ദൈവശാസ്ത്രമാണ്. കണ്ണുനീരാണ് ഏറ്റവും മഹത്തായ ദൈവശാസ്ത്രം. കണ്ണുനീരിന്റെ കുറവ് പരിഹരിക്കും. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ പണ്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ മണ്ണെണ്ണോടൊപ്പം കത്തിച്ചു വെച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ അനുഗ്രഹം നമുക്കുണ്ട്. അടുത്ത തലമുറയ്ക്ക് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നാം കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കും. ദൈവം കടവിട്ടേക്കില്ല. ദൈവം ആർക്കും കടവിട്ടേക്കില്ല. അനുഗ്രഹത്തിന്റെ കണ്ണുനീരിന് അനുഗ്രഹം ലഭിച്ചിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ. ദൈവത്തിന്റെ ഒരു ദിവസം നമ്മുടെ 100 ദിവസമാണ്, 1000 വർഷമാണ്. പക്ഷെ ദൈവം കടവിട്ടേക്കില്ല. ദൈവം അനുഗ്രഹിക്കും. കണ്ണുനീരിന് വിലയും. ഇപ്പൊ കുംഭസാരത്തിന്റെ ദുര്യോഗമാണ് കണ്ണുനീർ. ഈ ലോകത്തിന്റെ ദുഷ്ടതകളെ കണ്ണീരൊഴുക്കി. മനസ്സോടും മനസ്സുകൂടാതെ, അറിവോടും അറിവുകൂടാതെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങളെ കണ്ണീരൊഴുക്കി. ഹൃദയം നിലവിളിക്കും. ഞാൻ പറഞ്ഞില്ലേ, ദൂരെ കേൾക്കാ കാഴ്ച. കുംഭസാര പിതാക്കന്മാരുടെ കാഴ്ച അന്നത്. പിന്നെയാണ് കുംഭസാരം ആരംഭിക്കുന്നത്. അത് നീണ്ടു നിൽക്കും. അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, സമയമെടുത്ത് ആത്മാർത്ഥമായി സത്യസന്ധമായി കുംഭസാരിച്ചാൽ നമുക്ക് അനുഗ്രഹം ലഭിക്കും. നമുക്ക് സൗഖ്യം ലഭിക്കും. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സൗഖ്യം ലഭിക്കും. നല്ല കുംഭസാര പിതാക്കന്മാർ സമൂഹത്തിന്റെ നേതാക്കൾ. ഈ നിരീശ്വരത്വ തത്വസംഹിതകൾ വിശ്വസിക്കുന്ന പാർട്ടികൾ പഴയ സോവിയറ്റ് യൂണിയൻ ഭരിച്ചപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ആധ്യാത്മിക മൂല്യങ്ങൾ നിലനിന്നത് ചില പ്രസിദ്ധരായ സാഹിത്യകാരന്മാരുടെ കൃതികളിലൂടെ പകർന്നു ലഭിച്ച നല്ല കുംഭസാര പിതാക്കന്മാരെ കുറിച്ചുള്ള പാഠങ്ങൾ. ഉദാഹരണം, ദസ്തയേവ്സ്കി, പ്രസിദ്ധനായ റഷ്യൻ സാഹിത്യകാരൻ. അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രമുണ്ട്, ഫാദർ സൊസിമ എന്ന് പറയും. ഫാദർ സൊസിമ എല്ലാ നല്ല മൂല്യങ്ങളുടെയും വിളനിലം. ഒരു നല്ല ഗുരുവാണ്, ഒരു നല്ല കുംഭസാര പിതാവ്, ഒരു നല്ല ആധ്യാത്മിക പിതാവ് ഫാദർ സൊസിമ. ഫാദർ സൊസിമയുടെ ആ നല്ല മൂല്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള സാഹിത്യകാരന്മാരുടെ കൃതികളിലൂടെ മനസ്സിലാക്കിയ തലമുറയാണ് ആധ്യാത്മിക രംഗങ്ങളിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. മതത്തെ തോൽപ്പിക്കാനൊക്കെ, കുരിശിന്റെ ശക്തിയെ തോൽപ്പിക്കാനൊക്കെ, ആധ്യാത്മിക ശക്തിയെ അണുബോംബിന്റെ ശക്തി കൊണ്ട് തോൽപ്പിക്കാനൊക്കെ, ഭൗതിക ശക്തികൾ കൊണ്ട് ആധ്യാത്മിക ശക്തിയെ തോൽപ്പിക്കാനൊക്കെ ചരിത്രം തെളിയും. നല്ല നല്ല കുംഭസാരന്മാരുടെ ചരിത്രം ഓർത്തഡോക്സ് സഭകളുടെ ചരിത്രം. ഈ ഫാമിലി ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ കുടുംബത്തിന് മൊത്തമായി ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ട്. അവരെയാണ് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, പ്രിഫർ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം കുടുംബാംഗങ്ങളുണ്ട്, ഉടനെ അവരുമായിട്ടാണ് കൺസൾട്ട് ചെയ്യുന്നത്.
കുമ്പസാര പിതാക്കന്മാർ. അവരുടെ പ്രാർത്ഥനയും അവരുടെ ഉപദേശങ്ങളും അവരുടെ അനുഗ്രഹങ്ങളും നമുക്ക് നന്മയുണ്ടാകും. ഫാദർ സുസീമയെ പോലെയുള്ള നല്ല ആധ്യാത്മിക ഗുരുക്കന്മാർ ഈ സമൂഹത്തിന്റെ സ്വത്താണ്, ഈ സമൂഹത്തിന് മാതൃകയാണ്. ഈ ലോകത്തിന്റെ ദുഷ്ടതകളെ ഓർത്ത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന പാപങ്ങളെ തെറ്റുകളെ ഓർത്ത് ഈ കുമ്പസാര പിതാവും കുമ്പസാരിക്കാൻ വരുന്ന വ്യക്തിയും കൂടെ നിലവിളിക്കും, പൊട്ടിക്കരയും. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള പിതാക്കന്മാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് കണ്ടിട്ടുണ്ട്. ആ കണ്ണുനീരിന് വലിയ വില, അനുതാപത്തോടെയുള്ള കണ്ണുനീരിന് വലിയ വിലയുണ്ട്. തലമുറകൾക്ക് അനുഗ്രഹമാണ് കണ്ണുനീർ. കുമ്പസാരത്തിൽ ആ കണ്ണുനീർ അർത്ഥവത്തായി തീരും. ബൈബിൾ വീണ്ടും നാം കാണും, ദാവീദ് നാഥാൻ പ്രവാചകന്റെ മുമ്പാകെ കുമ്പസാരിച്ചു. ബൈബിളിൽ ചില കുമ്പസാരങ്ങളെ കുറിച്ച് പറയാം. ദാവീദ് നാഥാൻ പ്രവാചകന്റെ മുമ്പാകെ കുമ്പസാരിച്ചു. 2 ശമൂവേൽ 12-ാം അധ്യായം 13-14 വാക്യം. 2 ശമൂവേൽ 12-13-14 വാക്യം. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല എന്ന് പറഞ്ഞു. ദൈവം ദാവീദിന്റെ പാപം മോചിച്ചതായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാവീദ് തെറ്റുകാരനായി വലിയ പാപം ചെയ്തു. പശ്ചാത്താപത്തിലൂടെ മഹത്വം വീണ്ടെടുത്തു. ഇതേ അനുഭവം പത്രോസിൽ നമ്മൾ കാണും. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ്, അവനെ അറിയുന്നില്ല 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 എന്ന് വീണ്ടും വീണ്ടും തള്ളിപ്പറഞ്ഞ പത്രോസ് അതിദുഃഖത്തോടെ പുറത്തുപോയി പൊട്ടിക്കരഞ്ഞായിട്ട് പാടുന്നത്. പത്രോസ് ഇരിക്കേണ്ടാത്തടത്ത് പോയിരുന്നു. കർത്താവിനെ വിസ്തരിക്കുന്ന സമയത്ത് അവൻ പുറത്തുപോയി തീ കായി. ബാല്യക്കാരത്തിയുടെ കൂടെ അടുത്ത് പുറത്തുപോയി തീ കായി. തന്റെ നാഥൻ വേദന അനുഭവിക്കുമ്പോൾ പത്രോസ് സൗകര്യം തേടി സുഖം തേടി പുറത്തുപോയി തീ കായി. അതുകൊണ്ടാണ് ഇരിക്കേണ്ടാത്തിടത്ത് പോയി ഇരുന്നത് കൊണ്ടാണ് പത്രോസിന് തള്ളിപ്പറയാൻ വേണ്ടി വന്നത്. ഇരിക്കേണ്ടാത്തിടത്ത് പോയി ഇരിക്കരുത്, വേണ്ടാത്ത കമ്പനികളിൽ പോകരുത്, വേണ്ടാത്ത കൂട്ടുകെട്ടുകളിൽ പോകരുത്. നോ, ബൈബിൾ വിലക്കുകളും നിയന്ത്രണങ്ങളും നിരോധനങ്ങളും പറയരുത്, തിന്നരുത്, കുടിക്കരുത്, പോകരുത്, ചില അരുതുകൾ. ജീവിതത്തിൽ ആ അരുതുകളെ കുറിച്ചുള്ള ബോധവൽക്കരണമാണ് കുമ്പസാരം. ഇറ്റ്സ് എ കോൺസെൻട്രേഷൻ പ്രോസസ്. മനസാക്ഷി വൽക്കരണമാണ്. നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കലാണ് കുമ്പസാരം. അനുതാപവും പശ്ചാത്താപവും മഹത്തരമാണ്. ഇരിക്കേണ്ടാത്തടത്ത് പോയിരിക്കരുത്, പറയേണ്ടാത്തത് പറയരുത്, കുടിക്കേണ്ടാത്തത് കുടിക്കരുത്, തിന്നേണ്ടാത്തത് തിന്നരുത്, ചെയ്യേണ്ടാത്തത് ചെയ്യരുത്. വിലക്കുകളും നിരോധനങ്ങളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, കുമ്പസാരവും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, സഭയുടെ നല്ലൊരു ക്രമീകരണം. നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. വീണ്ടും ബൈബിൾ നമ്മൾ കാണുക, ആഖാൻ യോശുവയുടെ മുമ്പാകെ കുമ്പസാരിച്ചു. ആഖാൻ യോശുവയുടെ മുമ്പാകെ കുമ്പസാരിച്ചു. യോശുവ പ്രവാചകന്റെ പുസ്തകം
ദീർഘദർശിയുടെ പുസ്തകം 7-ാം അധ്യായം 19 യോശുവ 7:19. കുമ്പസാരത്തിന്റെ ഒരു നല്ല മാതൃകയാണ് ഇവിടെ നാം കാണുന്നത്. കുമ്പസാര പ്രക്രിയയുടെ ഒരു നല്ല മാതൃകയാണ് യോശുവ 7:19. യോശുവ ആഖാനാണ്, മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയും. അപ്പൊ കുമ്പസാരത്തിന്റെ ആദ്യത്തെ ഭാഗം ദൈവത്തിന് മഹത്വം കൊടുക്കലാണ്, ദൈവത്തെ സ്തുതിക്കലാണ്, ആരാധിക്കലാണ്, പ്രാർത്ഥന. മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയുക. അപ്പൊ ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തോട് ഏറ്റുപറയുക. പിന്നെ എന്താണ്? നീ എന്ത് ചെയ്തു എന്ന് പറയുക. എന്നോട് ഒന്നും മറച്ചു വെക്കരുത്, എന്നോട് മറച്ചു വെക്കരുത്. നീ എന്ത് ചെയ്യാൻ പറയുക. അപ്പൊ ആരോടാണ് സംസാരിക്കുന്നത്? പുരോഹിതനോടല്ല, ദൈവത്തോടാണ് സംസാരിക്കുന്നത്. കുമ്പസാരിക്കുന്നത് ദൈവത്തോട്, പുരോഹിതനോട് മറച്ചു വെക്കരുത്. ദൈവത്തോട് കുമ്പസാരിക്കുന്നു, പുരോഹിതനോട് മറച്ചു വെക്കുന്നില്ല. നമ്മുടെ കുമ്പസാരം ദൈവത്തോടാണ്. യോശുവ ആഖാനാണ്, മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുക്കാം. കുമ്പസാരത്തിൽ ദൈവത്തിന് നാം മഹത്വം കൊടുക്കും. അവനോട് ഏറ്റുപറയാം, ദൈവത്തോട് ഏറ്റുപറയാം. നീ എന്ത് ചെയ്തു എന്ന് പറയാം, ചെയ്ത കാര്യങ്ങൾ പറയണം, മറച്ചു വെക്കരുത്. വന്നുപോ തെറ്റുകൾ പറയണം. എന്നോട് മറച്ചു വെക്കരുത്. ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ചു, ഇന്നത് ചെയ്തിരിക്കുന്നു സത്യം. അതാണ് കുമ്പസാരം. അല്ല ഒഴുക്കം മട്ടില് ഞാൻ ഭാവിയാണ്, രഹസ്യമായി പരസ്യമായി തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കണേ എന്ന് പറയുന്ന അല്ല കുമ്പസാരം. പിന്നെന്താ കുമ്പസാരം? ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ചു, ഇന്നത് ചെയ്തിരിക്കുന്നു സത്യം. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ സത്യസന്ധമായി ഒന്നും മറച്ചു വെക്കാതെ ദൈവത്തോട് ഏറ്റുപറയുന്നതാണ് കുമ്പസാരം. അത് പുരോഹിതനോട് നമ്മൾ മറച്ചു വെക്കാതെ പറയും. അപ്പൊ അവിടെ ദൈവത്തിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നുണ്ട്. മുമ്പേ കണ്ട വാക്യങ്ങൾ നാം വായിക്കും. ദൈവം പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ കുമ്പസാര പിതാവ് പറയുന്നത് എങ്ങനെ? കുമ്പസാരിക്കുന്ന വ്യക്തിയോട് പറയും, ദൈവം എനിക്ക് തന്നിരിക്കുന്ന പൗരോഹിത്യാധികാരത്താൽ കർത്തൃദാസന്റെ തെറ്റുകളെ ക്ഷമിച്ചിരിക്കുന്നു. തെറ്റുകൾ ആവർത്തിപ്പാതിരിപ്പാൻ ദൈവം സഹായിക്കും. ദൈവകൃപയും നമ്മുടെ തീരുമാനവും. ഇറ്റ്സ് എ ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ. God's grace plus our effort, our decisions. നമ്മുടെ തീരുമാനം ദൈവത്തിന്റെ കൃപയോട് ചേരുമ്പോൾ കുമ്പസാരം അർത്ഥവത്തായി തീരും. അപ്പോൾ ദാവീദ് ആഖാൻ പ്രവാചകന്റെ കുമ്പസാരം, ആഖാൻ യോശുവയുടെ മുമ്പാകെ കുമ്പസാരിച്ചു. മറുനാട്ടിൽ നിന്ന് വെള്ളിയും പൊന്നുമൊക്കെ മോഷ്ടിക്കരുതെന്ന് പ്രവാചകൻ പറഞ്ഞു. കേൾക്കാതെ മോഷ്ടിച്ചുകൊണ്ട് വന്നു. അതവൻ ആപത്തായിട്ട് മാറി. ആഖാന്റെ തെറ്റുമൂലം കുടുംബാംഗങ്ങളുടെ കുടുക്കിലായി. ഈ പാപം പടരും. നമ്മൾ പറയും ചില രോഗങ്ങൾ പടരും എന്ന് പറയില്ലേ, വസൂരി പടരും എന്ന് പറയില്ലേ. പാപവും പടരുമെന്നാണ് ബൈബിൾ പറയുന്നത്. പാപം പടരുമെന്ന് ബൈബിൾ പറയുന്നു. ആഖാൻ ചെയ്ത പാപം മൂലം അവന്റെ കുടുംബാംഗങ്ങളെ കൂടി ശിക്ഷിക്കുകയാണ്.
അത് ദൈവത്തിന്റെ നീതിയാണ്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. ന്യായവിധി ദൈവത്തിന്റെ കയ്യിൽ, നമ്മുടെ മാനദണ്ഡമല്ല ദൈവത്തിന്റെ മാനദണ്ഡം. പക്ഷെ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ബൈബിൾ നമ്മൾ കാണും. ആഹാൻ പാപം ചെയ്തത് മൂലം അവന്റെ കുടുംബാംഗങ്ങൾക്ക് ശിക്ഷയേൽക്കേണ്ടി വന്നു എന്നുള്ളത് ബൈബിൾ നാം കാണും. തമ്പുരാന്റെ വിധി നടത്തുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് മിസ്റ്ററി, രഹസ്യാത്മകമാണ്. നമ്മുടെ മാനദണ്ഡമല്ല ദൈവത്തിന്റെ ന്യായവിധിയുടെ മാനദണ്ഡം. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടും. പക്ഷെ നമുക്ക് പേടിയാണ്. ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് ഭയം വേണം, പാപത്തെക്കുറിച്ച് ഭയം വേണം, ശങ്ക വേണം. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട വിഷയങ്ങളാണ് പാപം, മരണം, ന്യായവിധി. ആ ചിന്ത എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ സത്യസന്ധമായി ഉപസരിക്കും. പാപത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുവാനാണ് കർത്താവിന്റെ മനുഷ്യാവതാരം ഇടയായി. പാപത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മൾ ബോധ്യമുള്ളവരാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? കണ്ടിട്ടും കൊണ്ടിട്ടും അനുഭവിച്ചിട്ടും പാഠങ്ങൾ പഠിക്കുന്നില്ല ഈ തലമുറ. ഉത്തരം ജീവിക്കുകയാണ്. അനുതാപമില്ല, പശ്ചാത്താപമില്ല, പ്രായശ്ചിത്തം കഴിക്കുന്നില്ല, കണ്ണീരൊഴുക്കുന്നില്ല, ഹൃദയം ഉരുകുന്നില്ല. അതുകൊണ്ട് ആഹാന്റെ കുമ്പസാരം ഒരു സത്യസന്ധത നമ്മൾ കാണുക. ഞാൻ യഹോവയോട് പിഴച്ച് ഇന്നിന്ന് ചെയ്തിരിക്കുന്നു സത്യം. ദൈവം എല്ലാം കാണുന്നു, ദൈവം എല്ലാം അറിയുന്നതാണ്. ദൈവത്തിൽ നിന്നൊന്നും ഒളിച്ചു വെക്കാൻ നമുക്കാകില്ല. തുറന്ന പുസ്തകമാണ് നമ്മൾ. ഒളിച്ചു വെക്കരുത്, നമ്മളോട് കുറ്റക്കാരാണ്. അതുകൊണ്ട് സത്യസന്ധമായ കുമ്പസാരം, അനുതാപം, പ്രായശ്ചിത്തം, പാപപരിഹാരാർത്ഥം നിർവഹിക്കുന്ന കർമ്മങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായകരം. പൗലോസിക പറയുന്നു 2 കൊരിന്ത്യർ 5:20, ഞാൻ ക്രിസ്തുവിനു വേണ്ടി ഒരു അംബാസഡറാകുമെന്ന് പറയും. പുരോഹിതൻ ക്രിസ്തുവിന്റെ അംബാസഡർ, കുമ്പസാര പിതാവ് ക്രിസ്തുവിന്റെ ഒരു അംബാസഡർ. 2 കൊരിന്ത്യർ 5:20. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാർത്ഥികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ആത്മാക്കളെ ദൈവത്തോട് നിരപ്പിക്കുന്ന ശുശ്രൂഷയാണ് കുമ്പസാരം. ആത്മാക്കളെ ദൈവത്തോട് നിരപ്പിക്കലാണ്, അനുരഞ്ജന ശുശ്രൂഷയാണ് കുമ്പസാര പ്രക്രിയ. യേശുക്രിസ്തു പൗരോഹിത്യത്തെ ബഹുമാനിച്ചു. പുരോഹിതരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 14. യേശുക്രിസ്തു കുഷ്ഠരോഗികളോട് പറഞ്ഞ കാര്യം, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീനെന്ന് പറഞ്ഞു. വിശുദ്ധ മത്തായി 23:3. ആകയാൽ അവർ, ശാസ്ത്രിമാരെ കുറിച്ചും പരീശന്മാരെ കുറിച്ചൊക്കെ പറയും, അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു പോയി. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുതാണ്. അവരെ വിമർശിക്കുന്നുണ്ട്. വെള്ളതേച്ച ശവക്കലർന്ന് വിളിക്കുന്നുണ്ട്. അതിനവർ ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. പൗരോഹിത്യ പദവിയിലുള്ളവർ മഹാപരിഹരമെന്ന് അർത്ഥമില്ല, ബലഹീനതയില്ലാത്തവരെന്ന് അർത്ഥമില്ല. അവരും വിധിക്ക് യോഗ്യരാണ്. പക്ഷേ അവർക്ക് ദൈവിക അധികാരങ്ങൾ സഭയിലൂടെ ലഭിച്ചിട്ടുണ്ട്. പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം. അതിനെക്കുറിച്ച് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുക, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം
നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പാപം മോചിപ്പാൻ ക്രിസ്തു അപ്പോസ്തലന്മാർക്കും അവരിലൂടെ പൗരോഹിത്യ പദവിയുള്ളവർക്കും അധികാരമുണ്ട്. ദൈവം എനിക്ക് തന്ന പൗരോഹിത്യ അധികാരം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് പുരോഹിതൻ പറയുന്നത്. ഇബ്രാഹിം ലേഖനം 5-ാം അധ്യായം 3-ാം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്കു വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടതിനുമാണ് പുരോഹിതൻ. ജനത്തിനു വേണ്ടിയും തനിക്കു വേണ്ടിയും പാപയാഗം അർപ്പിക്കുന്നവനാണ് പുരോഹിതൻ. അതുകൊണ്ട് സഭ ക്രമീകരിച്ചിരിക്കുന്ന പുരോഹിതന്റെ മുമ്പാകെയുള്ള കുമ്പസാരം എന്നുള്ളത് ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയും കൂദാശ എന്ന നിർവചനം നമുക്കറിയാം. അപ്രത്യക്ഷമായ കൃപകൾ പ്രാപിക്കുന്ന പ്രത്യക്ഷ കർമ്മങ്ങളത്രേ കൂദാശ. ദൈവീകമായ മർമ്മങ്ങൾ, രഹസ്യങ്ങൾ, ദ മിസ്റ്ററീസ് ഓഫ് ഗോഡ്. ദൈവീയ കൃപ അദൃശ്യമാർഗത്തിലൂടെ, അനിർവചനീയമായ അഭൗതികമായ മാർഗത്തിലൂടെ വിശ്വാസികൾ പ്രാപിക്കുന്ന മുഖാന്തരം കൂദാശ. കുമ്പസാരം ശ്രേഷ്ഠമായ ഒരു കൂദാശ. പുരോഹിതന്റെ മുമ്പാകെയുള്ള കുമ്പസാരത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാം തന്റെ ലേഖനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നമ്മുടെ പാപങ്ങൾ, രഹസ്യവും പരസ്യവുമായ പാപങ്ങൾ മറച്ചു വെക്കരുത്, ഏറ്റുപറയണം. നാം ഏറ്റുപറയുന്ന ദൈവത്തോട്. പുരോഹിതന്റെ മുമ്പാകെ മറച്ചു വെക്കരുതെന്ന കൽപ്പന ആ പുരോഹിതന്റെ മുമ്പാകെ പറയും. അത് ദൈവത്തോട് പറയുക. എന്താണ് പുരോഹിതന്റെ പ്രാധാന്യമെന്ന് സൂചിപ്പിച്ചു. മലാഖി പ്രവചനം 2-ാം അധ്യായം 7-ാം വാക്യം. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനായി അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടത്, ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതാണ്. കൺഫെഷൻ ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് കൗൺസിലിംഗ്. ഏറ്റവും മികച്ച കൗൺസിലിംഗ് ആണ് കുമ്പസാരം. പുരോഹിതന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഉപദേശം ചോദിക്കലാണ് കുമ്പസാരം. സത്യസന്ധമായി കുമ്പസാരം. നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കണം, ഉപദേശങ്ങൾ ചോദിക്കണം. പ്രാർത്ഥനയിലൂടെ നമുക്ക് ഉപദേശങ്ങൾ ലഭിക്കും, പക്വമായ ഉപദേശങ്ങൾ ലഭിക്കും. നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണും, പരാജയങ്ങളെ ചൂണ്ടിക്കാണും, തിരുത്തേണ്ട കാര്യങ്ങൾ പ്രബോധിപ്പിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരുത്തേണ്ട കാര്യങ്ങൾ അത് തിരുത്തണം. തിരിച്ചറിവുകളുള്ള, വകതിരിവുകളുള്ള, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും രോഗങ്ങളും കഷ്ടതകളും ഭാരങ്ങളും തിരിച്ചറിവുണ്ടാകാൻ, വകതിരിവുണ്ടാകാൻ, സുബോധമുണ്ടാകാൻ ദൈവം തരുന്ന ഭാഗ്യാവസ്ഥയായി കരുതണം. പശ്ചാത്താപത്തിനും തിരിച്ചറിവിനുമുള്ള, മനം തിരിയലിനുള്ള അവസരമായി കരുതണം. ദൈവം നമുക്ക് തരുന്ന വലിയൊരു ഭാഗ്യാവസ്ഥയാണ് കുമ്പസാരിക്കാനുള്ള ഭാഗ്യാവസ്ഥ. നമ്മൾ ഉപയോഗപ്പെടുത്തും. Confession is the best form of counseling. Pastoral etiquette, പുരോഹിതനോട് ഏറ്റുപറയുന്ന കാര്യം ഒരിക്കലും പരസ്യമാക്കി. വൈദ്യരംഗത്തെ ഹിപ്പോക്രാറ്റിക് പ്ലഡ്ജ് പോലെ, ഹിപ്പോക്രാറ്റസിന്റെ നാമത്തിലുള്ള പ്രതിജ്ഞ എഴുതുന്നത് പോലെ ഒരിക്കലും ദുരുപയോഗപ്പെടുത്തുകയില്ല എന്ന് ദൈവമുമ്പാകെ പ്രതിജ്ഞയെടുത്തവനാണ്.
പാപങ്ങളേറ്റുപറയും. കർത്താവ് ശിഷ്യന്മാർക്ക് പാപമോചനാധികാരം നൽകിയത് വളരെ വ്യക്തമായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ പാപമോചന അധികാരം ഇല്ലാത്ത സമൂഹങ്ങൾ സഭയല്ല. സഭയെന്ന് വിളിക്കാനൊക്കെ പുരോഹിതന്മാരിലൂടെയുള്ള കുമ്പസാരവും കുർബാനാനുഭവവും പ്രാവർത്തികമാകാത്ത സഭകൾ അപ്പോസ്തോലിക സഭകളല്ല. ഒരു സഭ അപ്പോസ്തോലിക സഭയാകുന്നത് അപ്പോസ്തലന്മാർക്ക് ലഭിച്ച പാപമോചനാധികാരം ഉൾക്കൊള്ളുമ്പോഴാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 22-23 വാക്യം ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. കർത്താവ് അപ്പോസ്തലന്മാർക്ക് ലഭിച്ച കൊടുത്ത പാപമോചനാധികാരം കൈവപ്പിലൂടെ തലമുറയായി സഭയിലൂടെ ഇന്നും പാലിക്കപ്പെടും. ബൈബിളിന്റെ പല ഭാഗങ്ങളിൽ പാപിക്കു വേണ്ടി പുരോഹിതൻ പ്രായശ്ചിത്തം കഴിച്ചാൽ ക്ഷമിക്കപ്പെടുമെന്ന് വ്യക്തമായി പറയുന്ന വേദഭാഗങ്ങൾ നമ്മൾ കണ്ടു. അനുദപിക്കുന്ന പാപി പുരോഹിതനോട് പാപങ്ങൾ ഏറ്റുപറയും. പുരോഹിതൻ അവന്റെ പാപപരിഹാരാർത്ഥം ബലികരിക്കണമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. കുമ്പസാരം അനുരഞ്ജനത്തിന്റെ, പാപമോചനത്തിന്റെ, പാപപരിഹാരത്തിന്റെ ശുശ്രൂഷ നിരപ്പാവുകയാണ്. വഴക്കുകളൊക്കെ തീരെ എല്ലാവരോടും ക്ഷമിക്കാൻ നമുക്ക് പ്രാപ്തിരിക്കുക. ജീവിതത്തിൽ കൂടുതൽ പരിപാകത ആർജിക്കുക, പക്വത ലഭിക്കുക, വിചാര വികാരങ്ങളെ ശരിയായി നിയന്ത്രിക്കാൻ നമ്മുടെ പശ്ചാത്താപത്തിലൂടെ, അനുതാപത്തിലൂടെ നമുക്ക് കഴിയും. കുറവുകളെ തിരിച്ചറിയുവാനും കുറവുകളെ ഏറ്റുപറയുവാനും കുറവുകളെ ഉപേക്ഷിക്കുവാനും നാം തീരുമാനമെടുക്കുക. കുമ്പസാരം പാപം ഏറ്റുപറയുകയും ചില ശിക്ഷാവിധികൾ നാം സ്വീകരിക്കുകയും ചെയ്യും. ആ ശിക്ഷകൾ നമ്മെ മെരുക്കിയെടുക്കാൻ വേണ്ടി, നമ്മെ മെരുക്കിയെടുക്കുവാൻ ശിക്ഷാവിധികൾ ആവശ്യമാണ്, നിയന്ത്രണങ്ങൾ ആവശ്യമാണ്, പെരുമാറ്റച്ചട്ടങ്ങൾ ആവശ്യമാണ്, ആത്മീയമായ ക്രമീകരണങ്ങൾ ആവശ്യമാണ്. ഈ സമൂഹത്തിന്റെ പ്രശ്നം ആധ്യാത്മികമായ ക്രമീകരണങ്ങളില്ല എന്നുള്ളത്, കുത്തഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. കുടുംബങ്ങളുടെ പ്രശ്നം വ്യക്തികളുടെ പ്രശ്നമാണ്, കുത്തഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. അനുതാബോധമില്ലാത്തതാണ് വിവാഹബന്ധങ്ങൾ പലരും തകരുന്നതിനാണ്. അഹങ്കാരം, അഭിമാനം, വിശാല മനസ്ഥിതിയില്ല, ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനുമുള്ള വകതിരിവില്ലാത്ത, കൂടുതൽ പരിപാലനം നമുക്ക് വേണം. ക്ഷമ വേണം, സഹനശക്തി, പക്വത, പരിപാലന, വിശുദ്ധി, ധാർമ്മിക അടിത്തറ, തിന്മയിൽ നിന്ന് തിരിച്ചു പോകലും നന്മ ചെയ്യാൻ തീരുമാനമെടുക്കലുമാണ് കുമ്പസാരം. യഹെസ്കേൽ 33:19 എന്നാൽ ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ ജീവിക്കും. തിരിച്ചുവരവ്, പാപത്തിന്റെ കടിഞ്ഞാണില്ലാത്ത പോക്കിൽ നിന്ന് തിരിച്ചുവരവാണ് കുമ്പസാരവും കുർബാനാനും. ജീവിതത്തെ നിയന്ത്രിക്കുക, അനുതാപ ഹൃദയം, നുറുങ്ങിയ ഹൃദയം, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല. എന്തുകൊണ്ടാണ് കുമ്പസാരിക്കാനുള്ള മനസ്സ് നമുക്കില്ലാത്തത്? അഹങ്കാര മനസ്സുകളുണ്ട്, സത്യസന്ധതയില്ലാത്ത, ദൈവത്തിൽ നിന്ന് പലതും ഒളിച്ചു വെക്കാൻ നാം ശ്രമിക്കുന്നു. അത് രോഗമുണ്ടാകും. ദൈവത്തിൽ നിന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാൽ
ശാരീരികമായ രോഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് കുമ്പസാരം ഒരു ചികിത്സയാണെന്ന് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഹാസ് ഗോട്ട് തെറാപ്യൂട്ടിക് വാല്യൂ. രോഗസൗഖ്യത്തിന്റെ മാനങ്ങൾ കുമ്പസാര പ്രക്രിയയുണ്ട്. സത്യസന്ധമായ കുമ്പസാരത്തിലൂടെ അനേകം കുമ്പസാര പിതാക്കന്മാരുണ്ട്. ആശ്വാസവും സമാധാനവും ഉപദേശവും കിട്ടിയവരുടെ അനുഭവങ്ങൾ മഹത്തരമാണ്. സഭയിൽ അനേകം അനുഭവങ്ങളുണ്ട്. ആ അനുഭവത്തിന് യോഗ്യരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. തലകളെ ഉടക്കി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കും തലകളെ ഉണക്കാം. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം ദൈവത്തിൽ സമർപ്പിക്കാം. നമുക്ക് തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയാം. സത്യസന്ധമായി ഉപസാരിക്കാം. ദൈവമേ, അടിയങ്ങൾ പാപികളാണ്. രഹസ്യപാപങ്ങളും പരസ്യപാപങ്ങളും ഞങ്ങളുണ്ട്. അത് മറച്ചു വെക്കാൻ വെച്ചാൽ ശുഭമുണ്ടാകുകയില്ല. ഞങ്ങളറിയാം. തിരുവചനം പഠിപ്പിക്കുന്നു, പാപങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അനുതാപത്തോടെ ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കും. ദൈവമേ, ഞങ്ങൾക്ക് കരുണ ലഭിക്കണമേ. ദൈവം കൃപ ചെയ്യണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാത്തുകൊള്ളണമേ. സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം ധന്യമാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ മൂലകളിൽ കർത്താവിനെ ഞങ്ങൾ പ്രവേശിപ്പിക്കുന്നില്ല. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും വെട്ടിക്കളയേണ്ട പല സ്വഭാവങ്ങൾ ഞങ്ങളുണ്ട്. കർത്താവിനെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. വെട്ടിക്കളയേണ്ട സ്വഭാവങ്ങൾ വെട്ടിക്കളയുന്നു. കർത്താവിനെ ഞങ്ങൾ പാപികളാണ്. സഭ കൽപ്പിച്ചിരിക്കുന്ന അനുസരിച്ച് സത്യകുമ്പസാരം നടത്തുവാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട്, നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട്, പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട്, ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുന്നു. തീരുമാനമെടുക്കുന്നു. തെറ്റുകൾ ആവർത്തിക്കയില്ലാതെ പ്രതിജ്ഞയൊല്ലുന്നു. സത്യസന്ധമായി ജീവിപ്പാൻ, സത്യസന്ധമായി അനുദപിപ്പാൻ, ദൈവമുമ്പാകെ സത്യസന്ധമായി ഏറ്റുപറയുക, ദൈവത്തിൽ നിന്നും പാപമോചനം പ്രാപിപ്പാൻ, പുരോഹിതനിലൂടെ